കഴിയാവുന്നത്ര പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറുള്ളത്. ഞങ്ങളെല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസമ്മേളനവും നടന്നത്, എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധാരണഗതിയിൽ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും ഈ പത്രസമ്മേളനം. ഇതേവരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഇനി നമുക്ക് നാളെ ആകാം എന്ന് പറഞ്ഞ് ഞാൻ പിരിയാണ്. അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിലും അതിന് സാധാരണ മറുപടി പറയാറില്ല. ഇതാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന പതിവ്. പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ഇന്നലെ ആ മലയാള മനോരമയുടെ ലേഖകൻ ചോദിച്ചു എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു വയ്ക്കും. അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന നിലയാണ് ഉണ്ടായത് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഉണ്ടായത്. അത് നിർഭാഗ്യകരമായിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയല്ല. തെറ്റായ ചിത്രീകരണം വേണ്ട, ഉള്ള ചിത്രീകരണത്തിന് ധാരാളം ഉണ്ടല്ലോ. തെറ്റായ കാര്യങ്ങൾ ചിത്രീകരിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇനി ചോദ്യങ്ങളാകാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ മറ്റു കാര്യങ്ങൾ. എന്നാൽ ചോദ്യം തുടങ്ങി എന്തായി? ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ട്. ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ലാതെ ദീർഘകാലമായിട്ട് തുടരുകയല്ല. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത്. മാത്രമല്ല, എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത്? ഏതെല്ലാം കഠിന പദങ്ങളാണ്! ക്രിമിനൽസ്, ബ്ലഡി, റാസ്കൽസ്, അങ്ങനെ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ, കുട്ടികളെ വിശേഷിപ്പിക്കുന്നത്? ഇതാണോ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്? സാധാരണ അങ്ങനെയാണോ സമീപിക്കുക? ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നത സ്ഥാനം എന്നത്? അതിന് അതിൻ്റേതായ വഴികളുണ്ടല്ലോ. ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. അവർ നോക്കിക്കോളുമല്ലോ. ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുകയാണ്. അത് ശരിയായ രീതിയാണ്. എങ്ങനെ എന്തും വിളിച്ചു പറയാവും ഒരു ഗവർണറായിരിക്കുന്നയാൾ? അതെവിടം വരെ എത്തി? വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നതല്ല, മാത്രമല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു. അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യും? സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവൺമെൻറ് വക്താക്കൾ ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടൽ വേണം. ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ
ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം. കേരളം ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിലും. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു, വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കുക, വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുക, ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക, ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കൽ, ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഭാഗമായി നാം കാണുന്നത്. എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അങ്ങനെയൊന്നും ഒരു ഗവർണറെ കുറിച്ച് പറയേണ്ടതല്ല സാധാരണ. പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്ത് ചെയ്യും? എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം വെച്ച് നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കണം. ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈയെടുക്കുകയാണ്. അദ്ദേഹം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. അതാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും, മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണഗതിയിൽ? ഇങ്ങനെയൊരു വ്യക്തി സാധാരണ നിലയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയും? അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക. ആ മോശമായ അന്തരീക്ഷം പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ നടപടികൾ സ്വീകരിക്കും. ഈ ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കേണ്ടതായിട്ട് വരും. ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ, പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റും ഉണ്ടല്ലോ. ആർക്കൊക്കെ കത്തയക്കണമെന്ന് ആലോചിക്കാം നമുക്ക്. ഇതിപ്പോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർക്കും അവകാശമുള്ളതാണ്. അവരെന്ത് പറയുന്നു എന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് നോക്കാം, അതിന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കാണേണ്ടത് എന്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അത് ഗവൺമെന്റ് എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാ. എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്. അതെ, ദൃശ്യമാധ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല. അതെ, ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓ അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓ ശരി ശരി. സംസ്ഥാന സർക്കാർ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്, വസ്തുതയുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ തന്നെ ഈ യാത്രയെ കൂടുതൽ നിർദ്ദേശിച്ചു. എങ്ങനെ അവർ തന്നെ പ്രതിപക്ഷത്തിന്റെ സമീപനം, ഗവർണറുടെ നീക്കങ്ങൾ ഒക്കെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഗൗരവമുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ. ഇത്
ജനങ്ങളുടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കുന്നവരാണ് എന്താണ്. അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയാണ് ജനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണല്ലോ ഇത് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതിന്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം തന്നെ ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായക്കാരല്ല, എല്ലാ അഭിപ്രായക്കാരും ഈ നവകേരള സദസ്സിന് എത്തിച്ചേരുകയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യം അത് കൂടുതൽ അന്വർത്ഥമാക്കും വിധമാണ് പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് ഗവർണറുടെ പ്രശ്നം മാത്രമല്ല, ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നതിനെതിരെ നാട് ഒന്നിച്ചു നിൽക്കണം. ഇതിനാണ് ഞങ്ങൾ പ്രതിപക്ഷത്തോട് ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തിയത്. നവകേരള സദസ്സ് അവർ ബഹിഷ്കരിച്ചു. പക്ഷേ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ ആകെ ലംഘിക്കുമാറ് കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നു. അതിൽ ഈ കഴിഞ്ഞ 7 വർഷത്തെ നമ്മുടെ അനുഭവം 1,07,500 കോടിയിൽ പരം രൂപയുടെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സംഖ്യയിൽ കുറവ് വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ആ കാര്യങ്ങൾ പരിശോധിച്ചു വരിക. ആ ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘടന നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ LDF UDF എന്നൊരു വ്യത്യാസമല്ല വേണ്ടത്. LDF UDF തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് പിന്നീട് തർക്കിക്കാം, പിന്നെയും പരിഹരിക്കാം. ഇപ്പം നാട് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം, നിങ്ങൾ സഹകരിക്കണം എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് അഭ്യർത്ഥിച്ചു. അതിന് നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അതിന് ഞങ്ങൾ സന്നദ്ധമാണെന്നും പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു, നിങ്ങളുമായി ഒരു യോജിപ്പില്ല, നിങ്ങളുമായി യോജിച്ചൊരു കാര്യവും നടക്കില്ല എന്ന പ്രഖ്യാപനം വന്നു. അപ്പോൾ നേരത്തെയുള്ളതിനേക്കാളും കഠിനമായ നിലയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് വേണ്ടിയാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്.